السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒടുവിലെ ബുധനെ കുറിച്ചാണ്. അതായത് നാളത്തെ ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി ബാധിക്കുകയും ആ പനി മൂർജിച്ച് അവസാനം തങ്ങൾ വഫാത്താകുന്നതും ആ രോഗത്തിലാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ദിനം, അതായത് സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ, ആ ഒരു ദിവസം നഹ്സായി മുസ്ലിം ലോകം കണ്ടുവരികയാണ്. മാത്രവുമല്ല, മഹാന്മാരായ ഒരുപാട് സൂഫിയാക്കൾ, ആരിഫീങ്ങൾ ഒടുവിലെ ബുധനിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചും അന്ന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളെക്കുറിച്ചും നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഒരുപാട് സ്വാലിഹീങ്ങൾ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ നഹ്സ് എന്ന ഒരു കാര്യം ഉണ്ടെന്നും ആ നഹ്സായ ദിനങ്ങളിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകമായി ഒരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണമെന്നും അന്നത്തെ ദിനത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അത് മഹാന്മാർ പഠിപ്പിച്ചതുമാണ്. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുകയും മാത്രമല്ല, നാളത്തെ ആ ദിവസം വളരെ സൂക്ഷ്മതയോടുകൂടി കാണണമെന്നും നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകമായ അവരുടെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം, വർഷത്തിൽ മൊത്തമായി 320ഓളം ആഫത്ത്, ബലാഗ്, മുസീബത്തുകൾ, പ്രയാസങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്നും ആ ഇറങ്ങുന്നത് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയുടെ രാത്രിയിലാണെന്നും മഹാന്മാർ പറഞ്ഞതായി കാണാം. ഈ ഇറങ്ങുന്നതായിരിക്കുന്ന ആഫത്ത്, മുസീബത്തുകളൊക്കെയും അല്ലാഹു തആല പണ്ടേ കണക്കാക്കിയതാണെങ്കിലും അത് ഇറങ്ങുന്ന രാത്രി സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ് എന്നതാണ് മഹാന്മാർ നമ്മളോട് പഠിപ്പിക്കുന്നത്. ഖുറത്തുൽ ഐൻ എന്ന ഗ്രന്ഥത്തിന്റെ ഷറഹാകുന്ന നിഹായത്തുസ്സൈൻ അതിന്റെ ഒരു തഖ്രീറിൽ പറഞ്ഞതായി കാണാം, വനഖല ബഅദുൽ ഫുദലായി അന്നൽ ബലായൽ മുഖദ്ദറത ഫിസ്സനതി തുൻഖലു മിനൽ ലഹ്വിൽ മഹ്ഫൂദ് ഇല സമായി ദുനിയ ഫി ലൈലത്തി ആഖിരി അർബിയ. ഒരു വർഷത്തിൽ അല്ലാഹു തആല കണക്കാക്കിയതായിരിക്കുന്ന ബലാകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതൊക്കെയും ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഭൂമിയുടെ ആകാശമാകുന്ന ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്നത് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയുടെ രാത്രിയിലാണ് എന്ന് വളരെ വ്യക്തമായി മഹാനവറുകൾ ആ കാര്യം പറയുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മഹാന്മാർ ചില വിദ്യകൾ, ചില അമലുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്ലേറ്റിൽ
നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ നിലവിലുള്ള ഒരു ആചാരമാണ് പ്ലേറ്റ് എഴുതുക എന്നുള്ളത്. എന്താണ് ആ പ്ലേറ്റിൽ എഴുതുന്നത്? സലാമത്തിൻ്റെ 7 ആയത്തുകൾ. അതിൻ്റെ പോസ്റ്റർ ഞാൻ ഇതിലൂടെ വെക്കും. ഈ വീഡിയോയുടെ താഴെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ആ 7 സലാമത്തിൻ്റെ ആയത്തുകൾ, പരിശുദ്ധ ഖുർആനിൽ വന്ന സലാമത്തിൻ്റെ ആയത്തുകൾ, അത് ഒരാൾ പ്ലേറ്റിൽ എഴുതി വെള്ളം കൊണ്ട് അതിനെ മായ്ച്ചു കുടിക്കുകയാണെങ്കിൽ ഇത്തരം ഇറങ്ങി വരുന്ന ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാവൽ ലഭിക്കുമെന്നും അതിൻ്റെ എഫക്റ്റ് നമുക്കുണ്ടാവുകയില്ല എന്നും മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരം ഇറങ്ങി വരുന്ന ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി ദാനധർമ്മം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ദാനധർമ്മത്തെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചത് നമുക്കറിയാം. അസ്വദഖത്തു റദ്ദുൽ ബലായ. സ്വദഖ എന്നുള്ളത് എല്ലാ വിപത്തുകളെയും തടുക്കാനുള്ളതാണ് എന്നാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അസ്വദഖത്തു തസുദ്ദു 70 ബാബം മിനസൂ. സ്വദഖ എന്നുള്ളത് 70ഓളം വിപത്തുകളുടെ വാതിൽ അടച്ചു കളയുന്നതാണ് എന്ന്. ഇങ്ങനെ സ്വദഖയെപ്പറ്റി പറഞ്ഞാൽ തീരാത്ത ഒരുപാട് മഹത്വങ്ങൾ ഹബീബായ നബി തങ്ങൾ തന്നെ നമ്മളോട് വ്യക്തമായി പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ രാത്രി, അല്ലെങ്കിൽ ആ സഫറിലെ ഒടുക്കത്തെ ബുധനാഴ്ച, ആ ഒടുവിലെ ബുധൻ, അന്ന് ഇറങ്ങുന്ന ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏറ്റവും നല്ല ഒരു വഴി ദാനധർമ്മം ചെയ്യുക, സ്വദഖ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി അന്ന് നമുക്ക് ചെയ്യാനുള്ളത് മഹാന്മാർ നമ്മളോട് പഠിപ്പിക്കുകയാണ്. അതായത് പ്രത്യേകിച്ചും പരിശുദ്ധ ഹറമിൽ ഒരുപാട് കാലം മുദദ്ദിസായി സേവനം ചെയ്ത ഒരു മഹാൻ ഇബ്നു മുഅത്തി തങ്ങൾ, അദ്ദേഹം നമ്മളോട് പഠിപ്പിക്കുകയാണ് സഫറിലെ ഒടുവിലെ ബുധനിൽ നാം ചെയ്യേണ്ട ഒരു കാര്യം. അതായത് യാസീൻ ഓതുക. യാസീൻ ഓതി സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം അവിടെ എത്തുമ്പോൾ അതിനെ 313 പ്രാവശ്യം ആവർത്തിക്കുക. 313 പ്രാവശ്യം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം ഇങ്ങനെ ആവർത്തിച്ചോതുക. എന്നിട്ട് വെള്ളത്തിൽ ഊതി ആ വെള്ളം വീട്ടിലുള്ള എല്ലാവരും കുടിക്കുക. എന്നാൽ ഇത്തരം ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് മഹാനവർ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആ വെള്ളം വീട്ടിൻ്റെ ചുറ്റും, വീട്ടിൻ്റെ പുറത്തും ഉള്ളിലും പുറത്തുമൊക്കെ കുടയുന്നതും നല്ലതാണ്. ഇത് മൂന്നാമത്തെ കാര്യമാണ്. നാലാമത് മഹാനവറുകൾ പറയുന്നത്, അന്നത്തെ രാത്രി ഇശാ നിസ്കാരത്തിന് ശേഷം ബിസ്മിയോടുകൂടി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഈ ഒരു ദിക്ർ അല്ലെങ്കിൽ ഈ ഒരു ആയത്ത് 450 പ്രാവശ്യം പറയുക. അതുപോലെ തന്നെ യാ ലത്തീഫ് എന്ന ആ പരിശുദ്ധമായിരിക്കുന്ന ദിക്ർ 129 പ്രാവശ്യം ചൊല്ലുക. എന്നാലും ഇത്തരം പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് മഹാനവറുകൾ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൂഫിയാക്കളും ആരിഫീങ്ങളും അള്ളാഹുവിൻ്റെ മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളായ ഉലമാവും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെയും അവർ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് ബറാഅത്ത് രാത്രി എന്നുള്ളത് പിന്നെ ഷഅബാനിലെ സഫറിലെ അവസാനത്തെ രാത്രി ബുധൻ, ഒടുവിലെ ബുധൻ എന്നുള്ളത് അത് ഇസ്ലാമികമായി സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പിന്നെ നഹ്സുള്ള രാത്രിയായി മുസ്ലിം ലോകം അല്ലെങ്കിൽ സുന്നികളാകുന്ന നമ്മൾ അത് വിശ്വസിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും രക്ഷ തേടാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം കർമ്മങ്ങൾ ചെയ്ത് ആഫിയത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.